നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങിന് പോയി വന്നാലോ? കാര്യം വേറൊന്നുമല്ല. സാലറി വന്നു കഴിഞ്ഞാൽ കൃത്യമായി നടക്കുന്ന ഒരു ആചാരമാണിത്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല. സാലറി വന്ന് 24 അവേഴ്സിനുള്ളിൽ സാലറിയുടെ 95% തീർന്നിട്ടുണ്ടാവും. ബാക്കി 5%ലായിരിക്കും ഗ്രോസറിയും കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കയ്യോടെ പോയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും നീണ്ടുപോയാൽ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളിലൊക്കെ പ്രശ്നമാവുമല്ലോ എന്നോർത്തിട്ട് ഓടി അൽദിയിലേക്ക് പോയി. നോർമലി ഞാൻ അൽദിയിൽ നിന്ന് വെജിറ്റബിൾസും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കാറ്. അരിയും അങ്ങനെ ഹെവി ഗ്രോസറി വാങ്ങാൻ വേണ്ടി വെമ്പിളിയിൽ പോകണം. എന്തായാലും 2 ആഴ്ച മുന്നേ പോയതുകൊണ്ട് ഇനി 1 മാസത്തേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഈയിടെയായിട്ട് ഫ്ലവേഴ്സിനോട് ഭയങ്കരമായ അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ലൈഫ് പ്ലാന്റ്സ് വാങ്ങി വെച്ചിരുന്നെങ്കിലും എന്തോ ഇത് കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ. ഇരിക്കട്ടെ, ദൈവങ്ങൾക്കും ഒരു സന്തോഷം, എനിക്കും ഒരു മാനസിക സന്തോഷം. പിന്നെ ഇതെല്ലാം ഒരു തെറാപ്പി പോലെ കൊണ്ടു നടക്കുന്നു. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സന്തോഷം. സാലറി കിട്ടുമ്പോൾ മാത്രം നടക്കുന്ന ആചാരമല്ലേ, അതങ്ങ് നടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം അതിൽ കൂടുതലായി ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. എന്തോ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ. ഏത് കാര്യം കോംപ്രമൈസ് ചെയ്താലും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടും എത്രത്തോളം എന്നറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഹെൽത്തി ഫുഡാണ് ഓപ്റ്റ് ചെയ്യാറെങ്കിലും ഇന്നെന്തോ അൺഹെൽത്തി ഒരു ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മനസ്സ്. അങ്ങനെ 1-2 സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാം കൂട്ടിക്കെട്ടി വീട്ടിലേക്ക് പോകുകയാണ്. ഇനി ഇതെല്ലാം ചുവന്ന് റൂമിലേക്ക് കയറ്റുന്നതാണ് അടുത്ത ടാസ്ക്.